രാഷ്ട്രപതി ഇന്ത്യൻ സംയുക്ത സമ്മേളനത്തിൽ വെച്ച് നടത്തിയ പ്രസംഗം സ്വാഭാവികമായിട്ട് നമുക്കറിയാം. നയപ്രഖ്യാപന പ്രസംഗം എന്ന് പറയുന്നത് രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധി എന്താണ്, ഇന്ത്യ ഏത് ദിശയിലേക്കാണ് മുന്നോട്ട് പോകുന്നത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അവയൊന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, രാഷ്ട്രപതിയുടെ പ്രസംഗം ഒരു വൈകാരിക തലം ഇന്ത്യയിൽ സൃഷ്ടിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മുതലെടുപ്പ് നടത്താനുള്ള BJP അജണ്ടയുടെ മറ്റൊരു ഭാഗം മാത്രമാണ്. അവർ കാണിച്ചിട്ടുള്ളത് ഇതിലെന്താണെന്ന് വെച്ചാൽ ചില ദിനങ്ങൾ ആചരിക്കുക, ആ വിധത്തിൽ ചില പ്രത്യേക സാംസ്കാരിക പശ്ചാത്തലത്തേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്ന പ്രഖ്യാപനം നടത്തുക, പണ്ട് പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യങ്ങൾ പുതിയ ചായം തേച്ച് അവതരിപ്പിക്കുക തുടങ്ങിയ ചില കാര്യങ്ങളാണ് അവർ ചെയ്തിട്ടുള്ളത്. ധാരാളം പ്രശ്ന സങ്കീർണമായ സാഹചര്യത്തിലൂടെ ഇന്ത്യ കടന്നു പോവുകയാണ്. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കുന്നതിന് പകരം അനൈക്യമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ എങ്ങനെ സമാധാനത്തിൻ്റെ ശാന്തിയുടെ പാതയിലേക്ക് കൊണ്ടുപോകണമെന്നതിനെക്കുറിച്ച് ഒരു ഗവൺമെൻറ് എന്തെങ്കിലും പറയുമെന്ന് ചിലരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ യാതൊന്നും ഉണ്ടായില്ല. ആളുകളുടെ ആവേശമുണ്ടാക്കി ചില ദിനങ്ങൾ ആചരിക്കുക, ചില ഭംഗിയുള്ള മുദ്രാവാക്യങ്ങൾ മുടക്കുക എന്നതാണ് ഈ പ്രസംഗത്തിലൂടെ ചെയ്തിട്ടുള്ള കാര്യം. മറ്റൊരു കാര്യം, ഇന്ത്യ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടുത്തെ പിന്നോക്ക ജനവിഭാഗങ്ങൾ, പ്രാന്തവൽക്കരിക്കപ്പെടുന്നവർ, അവരെ കൂടുതൽ അപകടത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിന് യാതൊരു പരിഹാര മാർഗ്ഗവും നിർദ്ദേശിച്ചിട്ടില്ല. തൊഴിലില്ലായ്മയെ അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ കൃത്യമായി യാതൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. മറ്റൊരു കാര്യം നമുക്കറിയാം, വിദ്യാഭ്യാസ മേഖല ഇന്ത്യയിൽ ആകെ തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. UGCയിൽ ഇപ്പോൾ വരാൻ വേണ്ടി പോകുന്ന സംഗതികൾ, അവരുടെ പുതിയ ഉത്തരവുകൾ, ഗവൺമെൻറ് നയവൈകല്യങ്ങൾ, പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഫലമായിട്ട് വന്നിട്ടുള്ള നാശങ്ങൾ, ഇവയെല്ലാം അഡ്രസ്സ് ചെയ്യുന്നതിനുള്ള യാതൊരുവിധ കാര്യങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടില്ല. ന്യൂനപക്ഷങ്ങൾ വളരെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പരിഹാരമുണ്ടാക്കുന്ന വിധത്തിൽ ഇന്ത്യയുടെ സെക്യുലറിസത്തെ രക്ഷപ്പെടുത്തുന്നതിന് കാഴ്ചപ്പാട് എന്താണ് എന്നതിനെപ്പറ്റി യാതൊന്നും തന്നെ ആ പ്രസംഗത്തിൽ പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, വൈകാരിക തലത്തിൽ ചില ജനങ്ങൾ ആചരിക്കുക, ചില മുദ്രാവാക്യങ്ങൾ തിരിച്ച് പെയിൻ്റടിച്ച് വീണ്ടും അവതരിപ്പിക്കുക, സൈറ്റിൽ കാണുന്ന കാര്യങ്ങൾ ആവർത്തിച്ച് പറയുക, ഓൺഗോയിങ് പദ്ധതിയെ പൊടിപ്പും തൊങ്ങലും വെച്ചിട്ട് അവതരിപ്പിക്കുക എന്നതിൽ കവിഞ്ഞിട്ട് യാതൊന്നും തന്നെ ആ സമീപന രീതി ഇതിൽ പ്രകടമല്ല. രാജ്യത്തെ ഒരു വിഭാഗം ശക്തമായി എതിർത്തുകൊണ്ടിരിക്കുന്ന വഖഫ് ബില്ല്, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബിൽ എന്നിവയെക്കുറിച്ച് ചരിത്രപരമായിട്ടുള്ള തീരുമാനം എന്ന രീതിയിലാണ് ഈ വഖഫ് ബില്ല് പുരോഗമനപരമായിട്ടുള്ള തീരുമാനമാണ്, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ചരിത്രപരം എന്നുള്ളതാണ് പ്രസംഗം. എല്ലാം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ജനങ്ങളുടെ ഇടയിൽ വൈകാരിക തലം ഉണ്ടാക്കാൻ വേണ്ടി എന്നല്ലാതെ ഇത്തരം സംഗതി നമുക്കെല്ലാം അറിയാം. ഈ നാട്ടിൽ മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ വഖഫിൻ്റെ സംഗതി. അതിനെ എന്ത് ചെയ്യാണ്, മഹത്വവൽക്കരിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ നീക്കുകയാണ്. ആ സ്വഭാവത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം, ഈ രണ്ടും, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള മുദ്രാവാക്യം, അതുപോലെ വഖഫിൻ്റെ കാര്യം, ഇതിലൊക്കെ തന്നെ അവരുടെ ദുരുദ്ദേശപരമായിട്ടുള്ള സമീപനത്തെ പ്രകീർത്തിക്കുന്ന അല്ലെങ്കിൽ വെള്ളപൂശുന്ന സമീപനമാണ് എടുത്തിട്ടുള്ളത്. മാത്രമല്ല അത് ജനാധിപത്യപരമല്ല, വലിയ എതിർപ്പ് ക്ഷണിച്ചു വരുത്തിയതാണ് ഈ പറയുന്നതെല്ലാം. പാർലമെന്റ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ തന്നെ ഈ രണ്ട് കാര്യങ്ങളും അതിനെതിരെ വൻതോതിലുള്ള എതിർപ്പ് രാജ്യം ഒട്ടുക്കും ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അത്തരം കാര്യങ്ങളെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു പ്രസംഗത്തിൽ അതിനെ പ്രശംസിക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ പാരമ്പര്യങ്ങൾക്ക് നിരക്കുന്ന ഒരു കാര്യമല്ല. മാത്രമല്ല, ഭരണഘടനയുടെ ഒരു ഭരണഘടനാ സംസ്ഥാപനത്തിന്റെ വാർഷികം മഹത്തായ രീതിയിൽ കൊണ്ടാടുന്ന അവസരമാണ്. ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരെ വലിയ വെല്ലുവിളിയുണ്ട് രാജ്യത്ത്. അത്തരം കാര്യങ്ങളെപ്പറ്റി ഒന്നും ഇതിൽ പറയുന്നില്ല. മതേതരത്വത്തിനെതിരെ, രാജ്യത്തിന്റെ ബഹുസ്വരതയ്ക്കെതിരെ, വൈവിധ്യം അതിനെ കാത്തുസൂക്ഷിക്കുന്നതിനെതിരെ ഒക്കെ വൻതോതിലുള്ള ഭീഷണികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും അറിയുന്നതാണ്. അതിനെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥമായിട്ടുള്ള സർക്കാരിന്റെ നയങ്ങളാണ് വ്യക്തമാക്കേണ്ടത്. ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മൗനമാണ്. ബഷീർ സാഹിബ് സൂചിപ്പിച്ച പോലെ അതേമാതിരി ദാരിദ്ര്യം, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, വളരെ രൂക്ഷമായിട്ടുള്ള ഈ മൂന്ന് അടിസ്ഥാന പ്രശ്നങ്ങളെക്കുറിച്ചും അതിനെ തടയാനുള്ള നടപടികളെക്കുറിച്ചും ഒന്നും ഈ പ്രസംഗത്തിൽ പറയുന്നില്ല. മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അതായത് ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, രാജ്യത്തിൻ്റെ ചിത്രമേ മാറുകയാണ്. രാജ്യത്തിൻ്റെ സമ്പത്ത് ഓരോ ദിവസവും കഴിയുന്തോറും സ്വകാര്യ വ്യക്തികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിമാനമാകട്ടെ, ട്രാൻസ്പോർട്ടിംഗ് രംഗമാകട്ടെ, മറ്റേത് രംഗമാകട്ടെ, എല്ലായിടത്തും ഇന്ത്യ പുലർത്തി. പണ്ഡിറ്റ് ജവഹർലാലിൻ്റെ കാലത്ത് നമ്മൾ മഹാരത്ന കമ്പനികൾ എന്നുള്ള സ്വഭാവത്തിലൊക്കെ പറഞ്ഞിരുന്ന സംഗതികൾ, ടെമ്പിൾസ് ഓഫ് ദി നാഷൻ എന്ന് നെഹ്റു പറഞ്ഞിരുന്ന വലിയ വ്യവസായങ്ങൾ എല്ലാം വിദേശ ശക്തികൾക്കും നമ്മുടെ രാജ്യത്തെ കുത്തക മുതലാളിമാർക്കും പതിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. BSNL പോലുള്ള സംഗതികൾ വെച്ചിരിക്കുകയാണ്, ശരശയ്യയിൽ കിടക്കുകയാണ്. അതേസമയത്ത് പ്രൈവറ്റ് പാർട്ടീസിനെ എൻകറേജ് ചെയ്യുകയാണ്.
പ്രൈവറ്റ് പാർട്ടീസിനെ എൻകറേജ് ചെയ്തുകൊണ്ട് രാജ്യത്തിൻ്റെ സ്വത്തിനെ തകർക്കുന്ന ഒരു പോളിസിയാണ് ഇവിടെയുള്ളത്. അത്തരം പോളിസികൾ തിരുത്തുന്നതിനെ പറ്റി എന്തെങ്കിലും ഒരു ശബ്ദമുണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നു പലരും. യാതൊന്നും അതിൽ പറഞ്ഞിട്ടില്ല. ഇവർ മരിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എല്ലാം സ്വകാര്യ മേഖലയിലേക്ക് ഒന്നിനു ഒന്നായി പതിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവത്തിൽ ഗവൺമെൻറ് തന്നെ അതിൻ്റെ ദല്ലാളന്മാരായി പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് ഇന്ത്യ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനോട് ബന്ധപ്പെടാത്തൊരു ചോദ്യമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം സലാം ജനറൽ സെക്രട്ടറി പറഞ്ഞു, അദ്ദേഹത്തിന്റെ അഭിപ്രായം മാത്രമാണോ സ്ത്രീകളുടെ കാര്യത്തിൽ? താങ്കളെ മുതിർന്നൊരു നേതാവാണ്, അതുകൊണ്ടാണ് ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി ചോദിക്കുന്നത്. ആ വീടൊന്നും ക്ലാരിഫൈ അത് ഞങ്ങൾ സംസാരിക്കും. ഞങ്ങൾ ഇതിന്റെ പ്രസിഡന്റിന്റെ പ്രസംഗത്തെ പറ്റി നിങ്ങളോട് പറയുന്ന സമയത്ത് ഇതത് പറയുന്നത്. താങ്ക് യു വെരി മച്ച്.